യൂഷ്വൽ എക്സാമിനേഷൻസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും ബ്രസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ. എന്താണ് ഇതിന്റെ ഒരു ഏർലി സയൻസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ആൻഡ് ഈ യൂട്രസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാവുക എന്ന് നമ്മൾ പറയും. ഇതൊക്കെ ക്യാൻസറസ് ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണോ? എങ്ങനെയാണ്? ഓക്കെ. ബേസിക്കലി സ്ത്രീകൾക്ക് യൂട്രസ് ക്യാൻസേഴ്സ്, ഓവറിയിലുള്ള ക്യാൻസർ, ബ്രസ്റ്റിലുള്ള ക്യാൻസർ, പിന്നെ സെർവിക്സിൽ, ഉം. യൂട്രസിൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഉം. ക്യാൻസർ. ഇനിയിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഒരു ദിവസം അവർക്ക് വേണ്ടി ഒരു ദിവസത്തിലേലും കുറച്ച് മണിക്കൂർ അവർക്ക് വേണ്ടി എല്ലാ മാസവും സ്പെൻഡ് ചെയ്യണം. സോ ഒരു സെൽഫ് ഇവാലുവേഷൻ ഡേ, അതായത് മാസത്തിലൊരു ദിവസം ബെസ്റ്റ് പീരീഡ്സ് മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉം. ചൂസ് ചെയ്യുക, ഉം. വീക്കെൻഡോ ഏതെങ്കിലും ഒരു ദിവസം. ഉം. എന്നിട്ട് കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് മിററിൽ നോക്കുക. ഉം. ഏതെങ്കിലും പുതിയ ലീഷൻസ് ഉണ്ടോ? എന്തെങ്കിലും സ്പൈഡർ വെയിൻസ് ഉണ്ടോ? ഉം. അവിടെ എന്തെങ്കിലും ശരീരത്തിൽ പുതിയൊരു ചിലപ്പോൾ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒക്കെയാണ് സ്കിൻ ലീഷൻസ് ഉണ്ടാവും. അപ്പോൾ ഉം. എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ഫ്രണ്ടും ബാക്ക് സൈഡൊക്കെ നോക്കുക. ആൻഡ് എക്സാമിൻ ദ ബ്രസ്റ്റ്. അത് വൺസ് എ മന്ത് എന്തായാലും ചെയ്യണം. ചെയ്തിരിക്കണം. നമുക്കിങ്ങനെ നിപ്പിൾസൊക്കെ സെയിം ലെവലിലാണോ ഉം. നോക്കുകയും വേണം. അതേപോലെ എക്സാമിനും എക്സാമിനും ചെയ്യണം. ചെയ്യണം. പിന്നെ എന്തെങ്കിലും സെക്രീഷൻസ് ഒക്കെ വരുന്നുണ്ടോ ബ്രസ്റ്റിൽ നിന്ന്? ഉം. അപ്പോൾ അതൊക്കെ നോക്കുക. ഉം. ഇനിയിപ്പം നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും സ്പെഷ്യലി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് അമ്മ, ആൻറ്റീസ്, സിസ്റ്റേഴ്സ്, അപ്പോൾ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസറോ ഉണ്ടെങ്കിൽ നമുക്കത് ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ചാൻസ് ഉള്ള ആളാണെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിലും നമുക്ക് അങ്ങനെ ഹിസ്റ്ററി ഉള്ള ഫാമിലിയിൽ നിന്നുള്ള വരുന്ന ആൾക്കാരാണെങ്കിൽ ഏർലി ടെസ്റ്റിംഗ് ചെയ്യണം, മാമോ ഓക്കെ. ചെയ്യണം നമ്മൾ. ഓക്കെ. ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഹിസ്റ്ററി, ഈ പറഞ്ഞ പോലെ എക്സാമിൻ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉം. യങ്ങർ ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്താൽ മതി. ഉം. അൾട്രാസൗണ്ട് ബ്രസ്റ്റ് വളരെ സിമ്പിളാണ്, ഒരു 5-10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇഫ് നോട്ട് ഓൾഡർ 40 ഇയേഴ്സിനൊക്കെ മേലെയാണെങ്കിൽ മാമോ ചെയ്യാം. ഉം. അതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി ചെയ്യാം. ഉം. ഇതിനൊന്നും നമ്മൾ ഒരു തടസ്സവും ചെയ്യാൻ പാടില്ല. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്ട് ചെയ്താൽ വളരെ നല്ല സർവൈവൽ റേറ്റ് ഉള്ള ഒരു ക്യാൻസറാണ്.